Good morning students. Plus 2 chemistry solutions എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. What is solution? Solution is a homogeneous mixture of two or more components. രണ്ടോ അതിലധികമോ കോമ്പണൻസ് ചേർന്നിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ കോമ്പണൻസ്, രണ്ടോ അതിൽ കൂടുതലോ കോമ്പണൻസ് ചേർന്നിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹോമോജീനിയസ്? ഹോമോജീനിയസ് മീൻസ്, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ എടുത്തു. ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിരിക്കുകയാണ്. ആ വാട്ടറിലോട്ട് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. ഒരു ഗ്ലാസ്സിൽ നമ്മളെടുത്ത വാട്ടറിലോട്ട് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. എന്നിട്ട് ആ ഷുഗറിനെ നല്ലപോലെ സ്റ്റിർ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ആ ഷുഗർ കംപ്ലീറ്റ്ലി ആ വാട്ടറിൽ ഡിസോൾവ് ആവുന്നു, അല്ലേ? ആ ഷുഗർ കംപ്ലീറ്റ്ലി എന്താവുന്നു? ആ വാട്ടറിൽ ഡിസോൾവ് ആവുന്നു. ഇവിടെ നമ്മളെടുത്ത ഷുഗർ വാട്ടറിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി എന്ന് മാത്രമല്ല, ആ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് നമുക്ക് ആ വാട്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് ആ വാട്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? നമുക്ക് ആ വാട്ടർ ടേസ്റ്റ് ചെയ്തോ നോക്കിയാൽ മാത്രമേ അതൊരു ഷുഗർ സൊല്യൂഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, അല്ലേ? അല്ലാതെ അതിൻ്റെ വാട്ടറിൽ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ കോമ്പണൻസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നില്ല, അല്ലേ? അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? അത് ഒരു ഷുഗർ സൊല്യൂഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഈ സൊല്യൂഷനിൽ ഒരു യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ടായിട്ട് കാണപ്പെടുന്ന മിക്സ്ചറിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, യു കാൺ സീ ദ പാർട്ടിക്കിൾ ഓഫ് മിക്സ്ചർ ഈസ് നാക്ഡ് ഐ. അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് നോക്കുമ്പോൾ അതിലത്തെ പാർട്ടിക്കിൾസിനെ, അതായത് സെക്കൻഡ് പാർട്ടിക്കിൾ ഏതാണോ ആ സെക്കൻഡ് പാർട്ടിക്കിളിനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം സൊല്യൂഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഹോമോജീനിയസ് മിക്സ്ചറാണെന്ന് പറയാം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി സൊല്യൂഷനെ കുറിച്ചാണ്. ബൈനറി സൊല്യൂഷൻ, ബൈ മീൻസ് ടു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ടു കോമ്പണൻസ് ഉള്ള സൊല്യൂഷൻ. ടു കോമ്പണൻസ് ഉള്ള സൊല്യൂഷനെ കുറിച്ച്, ബൈനറി സൊല്യൂഷനെ കുറിച്ചാണ് ത്രൂ ഔട്ടായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ബൈനറി സൊല്യൂഷൻ മീൻസ്, ബൈനറി സൊല്യൂഷൻ ടു കോമ്പണൻസ് ഉള്ള സൊല്യൂഷനാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ദ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു കോമ്പണൻസ്. ബൈനറി സൊല്യൂഷൻ മീൻസ് ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു കോമ്പണൻസ്. കൺസിഡർ എ ഷുഗർ സൊല്യൂഷൻ. ഇൻ ദിസ് ഫസ്റ്റ് കോമ്പണൻറ്റ് വാട്ടർ ആൻഡ് സെക്കൻഡ് കോമ്പണൻറ്റ് ഷുഗർ, അല്ലേ? ഇത് നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് കോമ്പണൻറ്റ് വാട്ടർ ആൻഡ് സെക്കൻഡ് കോമ്പണൻറ്റ് ഷുഗർ. ഈ രണ്ട് കോമ്പണൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ രണ്ട് കോമ്പണൻറ്റും കൂടി നമ്മൾ സ്റ്റിർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സൊല്യൂഷൻ കിട്ടുന്നത്, അല്ലേ? ദാറ്റ് ഈസ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ്. സൊല്യൂട്ട് ഫസ്റ്റ് കോമ്പണൻറ്റ് ആൻഡ് സോൾവെൻറ്റ് സെക്കൻഡ് കോമ്പണൻറ്റ്. ഫസ്റ്റ് കോമ്പണൻറ്റും സെക്കൻഡ് കോമ്പണൻറ്റും കൂടി പ്ലസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്? ഒരു സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ കുറവുള്ളത് ഏതാണോ, അതായത് അതിൻ്റെ ഗാഢത കുറവുള്ളത് ഏതാണോ അതായിരിക്കും എന്ത്? അതിൻ്റെ സൊല്യൂട്ട്. ദാറ്റ് ഈസ് ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ. ലെസ്സർ ക്വാണ്ടിറ്റി, കോൺസെൻട്രേഷൻ ലെസ്സർ ക്വാണ്ടിറ്റി ഉള്ളത് അതിനെ നമ്മൾ എന്താക്കിയെടുക്കുന്നു? സൊല്യൂട്ട് ആക്കിയെടുക്കുന്നു. അപ്പോൾ ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ ആയിരിക്കും എന്ത്? സൊല്യൂട്ട്. അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റ് എന്തായിരിക്കും? മോർ ക്വാണ്ടിറ്റി. ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ സൊല്യൂട്ട്, മോർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ സോൾവെൻറ്റ്, അല്ലേ? അതായത് ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ സൊല്യൂട്ടും മോർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ സോൾവെൻറ്റും ആണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അല്ലേ? ഇനി വേറെ ഏതെല്ലാം വഴിയിലൂടെ നമുക്ക് സോൾവെൻറ്റിനെയും സൊല്യൂട്ടിനെയും വേർതിരിച്ചറിയാൻ സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ഷുഗറും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ എന്നത് ഒരു കോമ്പണൻ്റ് ആണ്, അല്ലേ? ആ ഷുഗർ നമ്മൾക്ക് ആ റിസൾട്ടായിട്ട് കിട്ടിയപ്പോൾ, അതായത് ഷുഗറും
അതേപോലെ തന്നെ വാട്ടറും തമ്മിലുള്ള ആ ഒരു മിക്സ്ചറിൽ നിന്ന് അത് ഒരു ഷുഗർ സൊല്യൂഷനായി മാറിയപ്പോൾ അവിടെ ഷുഗറിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്തായി, ചേഞ്ചായി അല്ലേ, ഷുഗർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ചേഞ്ചായി. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ആവുന്ന, അതായത് ദാറ്റ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്ന കോമ്പണൻറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം, സൊല്യൂട്ട് എന്ന് പറയാം. അപ്പോൾ സൊല്യൂട്ട് ദാറ്റ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ സോൾവെൻ്റ് എന്തായിരിക്കും, ഡു നോട്ട് ചേഞ്ച് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. ഇപ്പോൾ വാട്ടറിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ സോൾട്ട് ആഡ് ചെയ്യുന്നു. ആ വാട്ടറിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ചേഞ്ച് ആവാത്ത സബ്സ്റ്റൻസ് ഏതാണോ അതായിരിക്കും എന്ത്, സോൾവെൻറ്റ് ഡു നോട്ട് ചേഞ്ച് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. വാട്ട് ഈസ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. വാട്ട് ഈസ് ഹോമോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചർ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ടായിട്ട് കാണപ്പെടുന്ന ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത് അല്ലേ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി സൊല്യൂഷനെ കുറിച്ചാണ്. ബൈനറി സൊല്യൂഷൻ മീൻസ് 2 component solution അല്ലേ. സൊല്യൂഷൻ കണ്ടെയ്നിങ് ഓൺലി 2 components ആർ കോൾഡ് ബൈനറി സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷൻ എന്നാൽ അതിൽ ഒരു ഫസ്റ്റ് കോമ്പണന്റ് ഉണ്ടായിരിക്കും, സെക്കൻഡ് കോമ്പണന്റ് ഉണ്ടായിരിക്കും അല്ലേ. സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. സൊല്യൂട്ട് ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ അല്ലേ. അതേപോലെ തന്നെ ദാറ്റ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ സൊല്യൂട്ടിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ സൊല്യൂട്ടിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ ദാറ്റ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. ഓക്കെ, ഇനി സോൾവെന്റ് എന്തായിരിക്കും, മോർ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേഷൻ ഡു നോട്ട് ചേഞ്ച് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. സോൾവെന്റ് ഡിറ്റർമൈൻ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കോമ്പണന്റ് ഏതായിരിക്കും, സോൾവെന്റ് ആയിരിക്കും. ഓക്കെ, സോൾവെന്റ് ഡിറ്റർമൈൻസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കോമ്പണന്റ് സോൾവെന്റ് ആയിരിക്കും. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. ഗ്യാസസ് സൊല്യൂഷനിൽ തന്നെ സൊല്യൂട്ട്, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് ഈ 3 ഫോമുകളിലും കാണപ്പെടുന്ന സൊല്യൂട്ടും സോൾവെൻ്റ് ഏതായിരിക്കും, ഗ്യാസ് തന്നെയായിരിക്കും. ഇപ്പോൾ ഗ്യാസ് സൊല്യൂഷനിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾവെൻ്റ് ആണ് ഒരു സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് അല്ലേ. ഇപ്പോൾ ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെൻ്റ് ഏതായിരിക്കും, ഗ്യാസ് ആയിരിക്കും. ഗ്യാസ് സൊല്യൂഷൻ, സൊല്യൂട്ട് ഗ്യാസ്, സോൾവെൻ്റ് ഗ്യാസ്. കോമൺ എക്സാമ്പിൾ, മിക്സർ ഓഫ് ഓക്സിജൻ ആൻഡ് nitrogen gas. Solute liquid, solvent gas. Example, chloroform mixed with nitrogen gas. Solute solid, solvent gas. Example, camphor in nitrogen gas. Liquid solutions, solute gas, solvent liquid. Example, oxygen dissolved in water. Solute liquid, solvent liquid. Example, ethanol dissolved in water. Solute solid, solvent liquid. Example, glucose dissolved in water. Solid solution, solute gas, solvent solid. Example, solution of hydrogen in palladium. Liquid, solute liquid, solvent solid. Example, amalgam of mercury with sodium. Solute solid, solvent solid. കോപ്പർ ഡിസോൾവ് ഇൻ ഗോൾഡ്. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം തന്നെ സോൾവെൻ്റ് ആണ് ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ഗ്യാസ് സൊല്യൂഷനിൽ സോൾവെൻ്റ് എല്ലാം എന്താണ്, ഗ്യാസ് സ്റ്റേറ്റിലാണ്. ലിക്വിഡ് സൊല്യൂഷനിലാണെങ്കിൽ സോൾവെൻ്റ് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലാണ്. സോളിഡ് സൊല്യൂഷനാണെങ്കിലോ അവിടെയും അതേപോലെ തന്നെ സോൾവെൻ്റ് എല്ലാം സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നമുക്ക് പറയാം. അതായത് സോൾവെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു സൊല്യൂഷനിലെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സൊല്യൂഷനിലെ കോൺസെൻട്രേഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതായത് ഒരു സൊല്യൂഷനിലെ കോൺസെൻട്രേഷനെ ഏതെല്ലാം രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
Thank you for watching this video. Have a great day.